മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. പുനരധിവാസത്തിന്റെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കും. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടുകളായിരിക്കും ടൌൺഷിപ്പിൽ ഉണ്ടാവുക. സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. കരട് പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാനും തീരുമാനമായി. ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. ടി വി പ്രസാദ്, ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തതയായിട്ടുണ്ട്? പുനരധിവാസം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ഓൺലൈനായി ചേർന്നത്. സുജയ, 1.5 മണിക്കൂറോളം യോഗം നീളുകയും ചെയ്തു. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലേക്കും എത്തിക്കേണ്ട ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും നടന്നത്. ഇതിന്റെ അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗം, അതായത് 26-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗം പലതിലും തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് യോഗം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതിലാദ്യം പ്രധാനപ്പെട്ടത് മന്ത്രിമാരിൽ നിന്ന് ഉയർന്ന വിമർശനം എന്നുള്ളത്, അത് കരട് പട്ടികയിലുണ്ടായ വലിയ അപാകതയാണ്, അത് പൊറുക്കാൻ പറ്റാത്ത അപാകതയാണ് എന്ന് സമൂഹം ഇതിനകം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ചർച്ച ഇത് സംബന്ധിച്ചുണ്ടായി. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം. അതുപോലെ തന്നെ ഇതിന്റെ പദ്ധതി സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ ചീഫ് സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. ആ യോഗം ചർച്ച ചെയ്തു. അതിലൊരു തീരുമാനം ഇനിയിപ്പോൾ ഈ വരുന്ന അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ടൌൺഷിപ്പുകളായിട്ട് തന്നെയാണ് ആ വീടുകൾ നിർമ്മിക്കുക. 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒറ്റനില വീടുകളാണ് നേരത്തെ തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. കിഫ്ബിയുടെ പ്ലാനാണ് ഈ നടപ്പിലാക്കുന്നത്. കിഫ്ബിയുടെ പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മറ്റ് കാര്യങ്ങളിലും വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത്.